അതെ ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. ഇന്നത്തെ ദിവസം CPM പ്രവർത്തകരായ ഒരാൾക്കും ഈ തമാശ ദഹിക്കില്ല. പക്ഷേ ന്യൂസ് ലാബ് ഉറപ്പിച്ചു പറയുന്നു, 3-4 ദിവസം കഴിയുമ്പോൾ CPMകാർക്ക് ന്യൂസ് ലാബ് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ശരിയായ തരത്തിൽ തന്നെ പിടികിട്ടും. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇനി പറയാൻ പോകുന്നതും കുറിച്ചു വെച്ചോ. ഈ മാസം 4-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 35 സീറ്റിൽ ഇടതുപക്ഷം ചുരുങ്ങിപ്പോയ സാഹചര്യത്തിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റികൾ മുതൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റികളിൽ വരെ പിണറായി വിജയനെതിരെ വലിയ തോതിൽ വിമർശനമുയരുന്നതായി മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത മെനയുന്ന നേരത്തു തന്നെ, കൃത്യസമയത്തു തന്നെ വണ്ടി പിടിച്ച് ED എത്തി. ഏത് ED? സംഘപരിവാറിന് ഇഷ്ടമല്ലാത്തവരെ വേട്ടയാടാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള സാക്ഷാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെ ED റെയ്ഡും ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുമാണ് ന്യൂസ് ലാബ് പരിശോധിക്കുന്നത്. മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. CPM ആത്യന്തികമായി ഒരു സമര സംഘടനയാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം തന്നെ വർഗസമരത്തിൽ ഊന്നിയുള്ളതാണ്. തെരഞ്ഞെടുപ്പും അധികാരവുമൊക്കെ പാർട്ടി പരിപാടിയിൽ പറയുന്ന 100 കണക്കിന് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളുടെ കാർണിവൽ വേദി മുഖ്യമന്ത്രി ആരെന്ന തർക്കസ്ഥലം നിർമ്മിച്ച കോൺഗ്രസിലായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ ആയതോടെ മാധ്യമങ്ങൾ വീണ്ടും യൂട്ടേൺ എടുത്ത് പിണറായി വിജയനിലേക്ക് തന്നെ വന്നു. ജില്ലാ കമ്മിറ്റികളിലെ വിമർശനങ്ങളും നിലവിൽ ഏരിയ കമ്മിറ്റികളിൽ നടക്കുന്ന വിമർശനങ്ങളിലും ചുറ്റിപ്പറ്റി വാർത്താ നിർമ്മാണം നിർലോഭം നടത്തി വരികയായിരുന്ന മാധ്യമപ്പടയ്ക്ക് ഇന്നൊരു കാർണിവൽ ഒത്തുകിട്ടി. അതും പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെ. ഇതാണ് കാര്യം. CMRലും പിണറായി വിജയൻ്റെ മകൾ T വീണയും തമ്മിലുള്ള കരാറിൻ്റെ കുരുക്കരിക്കാനെന്ന പേരിൽ രാവിലെ 6 മണിയോടെ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലും പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും വീണയുടെ പങ്കാളിയും മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ ഇരച്ചെത്തി. മാധ്യമങ്ങളും പിന്നാലെ എത്തി. അതാണ് അതിൻ്റെ ഒരു രീതി. ED എവിടെയുണ്ടോ അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഉണ്ടാകും. പിന്നെ വാർത്താ കാർണിവലിന് തിരശീല ഉയരുകയായി. ഈ വാർത്താഭ്രാന്തിനുള്ള മറുപടി ആദ്യഘട്ടത്തിൽ നൽകിയത് രാജ്യസഭാ MP A റഹീമായിരുന്നു. ഡൽഹിയിൽ തന്നെ കാണാൻ വന്ന മാധ്യമ പ്രവർത്തകർക്ക് കണക്കിന് കൊടുത്തു A റഹീം. അതായത് ഇപ്പം നടക്കുന്ന റെയ്ഡിന്റെ വിഷയം വരുമ്പോൾ താങ്കളെപ്പോലെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്നു ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണെന്ന്. നിങ്ങൾ നോക്ക്, ഇതേ ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ 4 മാസമായിട്ട് നടക്കുവാണ്. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇരട്ട നീതിയാണോ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കാണേണ്ടത് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ED തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ED തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ PA മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയും വാപ്പയാണ്. EDയുടെ കണ്ണിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന EDയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്നു സഹോദര, അതിന് അനൗചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രമോ അതിന് പരിമിതി മനസ്സിലാക്കിയോ. ഇന്നത്തെ ദിവസം മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ അനീസ് അലി ചെയ്ത തരവഴിത്തരം റിപ്പോർട്ടിംഗ് രംഗത്തെ ഒരു ബെഞ്ച് മാർക്കായി കണക്കാക്കണമെന്നാണ് ന്യൂസ് ലാബിന് അപേക്ഷിക്കാനുള്ളത്. മുഹമ്മദ് റിയാസ് MLAയുടെ വീട്ടിൽ ED നടത്തിയ പരിശോധനയ്ക്കിടെ ഒരു പ്രിൻ്റർ പിടിച്ചെടുത്ത് പുറത്തേക്ക് എത്തിച്ചിരുന്നു. ഈ സമയം അവിടെ നിന്ന മറ്റു മാധ്യമപ്രവർത്തകർ തമാശ രൂപേണ നോട്ടെണ്ണുന്ന മെഷീനായിരിക്കാം അതെന്ന് പറഞ്ഞുപോയി. ഇത് കേട്ടതും അടുത്ത ലൈവിൽ അനീസ് അലി തട്ടിവിടുകയാണ്. റിയാസിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് നോട്ടെണ്ണുന്ന മെഷീനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് മീഡിയ വൺ റിപ്പോർട്ടർക്ക് ഉറപ്പില്ല. പക്ഷേ അത് ലൈവിൽ പറയാൻ ഒരു തരത്തിലുള്ള ഉളുപ്പും മീഡിയ വൺ റിപ്പോർട്ടർക്ക് ഉണ്ടായിരുന്നില്ല.
തന്നെ വീട്ടുകാരെ അകത്ത് കയറ്റുകയും മൊബൈൽ ഫോണുകൾ ബന്ദോബസ്താക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഗേറ്റ് അടച്ചിരിക്കുന്നു. ഗേറ്റിനകത്തേക്ക് പോയാൽ പോലും ആ വീടിനകത്തും ED വീട് അടച്ചിട്ടിട്ടാണ് പരിശോധന നടക്കുന്നത്. അതിനിടയിൽ ഒരു അല്പസമയം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ബോക്സ്, അതെന്താണെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല. ഒരു ബോക്സ് പ്രിന്റർ ആണോ അതല്ല നോട്ടെണ്ണുന്ന മെഷീനാണോ അത് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അത് പക്ഷെ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ ഒരു മീഡിയ വൺ റിപ്പോർട്ടർ ചെയ്തത് മോശമായി പോയി എന്ന് അവിടെ ഉണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകർ അപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന് പ്രസ്തുത റിപ്പോർട്ടർ കൊടുത്ത മറുപടി കരക്കമ്പിയായി കോഴിക്കോട് കറങ്ങി നടക്കുന്നുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ തന്നെ ആരെങ്കിലും കൈവച്ചാൽ രക്ഷപ്പെട്ടില്ലേ എന്ന്, പിന്നെ വാർത്തയങ്ങ് മാറുകയല്ലേ എന്ന് അങ്ങനെ പറഞ്ഞെന്നാണ് സൂചന. ഈ സൂചന വെച്ച് വാർത്ത മെനയുമ്പോൾ ന്യൂസ് ലാബിനും കുറച്ചൊക്കെ സൂചന ഉപയോഗിക്കാം. ഇമാതിരി തരവഴി പറയുമ്പോൾ ആ റിപ്പോർട്ടറെ സ്വിച്ച് ചെയ്ത് മറ്റൊരു റിപ്പോർട്ടറിലേക്ക് പോകേണ്ട ഔചിത്യം മീഡിയ വണ്ണിൻ്റെ ഡെസ്കിൽ ഉണ്ടായിരുന്നവർ കാണിച്ചതുമില്ല. എന്തുതരം ജേർണലിസമാണിത്? സെപ്റ്റി ടാങ്കിൽ നിന്ന് കസ്തൂരി ഗന്ധം പ്രതീക്ഷിക്കുന്നവരാണ് തെറ്റുകാർ. പിണറായിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും CPMകാർ വർഗ ബഹുജന സംഘടനാ അംഗങ്ങൾ എന്ന് മാത്രമല്ല, സാധാരണ പാർട്ടി അനുഭാവികൾ പോലും തടിച്ചുകൂടി. മണിക്കൂറുകൾ പിന്നിടും തോറും ആൾക്കൂട്ടത്തിൻ്റെ അംഗബലം കൂടിയതല്ലാതെ തെല്ലും കുറഞ്ഞില്ല. 8-8.5 മണിക്കൂർ നീണ്ട പരിശോധനകൾക്കും മൊഴി രേഖപ്പെടുത്തലിനും ശേഷം പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും ED സംഘം പുറത്തേക്കിറങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ ആയിരുന്നില്ല തിരുവനന്തപുരത്തെ CPMകാർ EDക്കായി കരുതി വെച്ചത്. രാജ്യത്ത് തന്നെ CPMൻ്റെ സമുന്നതനായ നേതാവിനെ 8 മണിക്കൂറിലേറെ സമയം തടഞ്ഞു വെച്ചതിൽ ഉണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു അത്. പക്ഷേ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർക്ക് പൊള്ളി. തലസ്ഥാനത്ത് CPM ആക്രമണം എന്ന തലക്കെട്ടിൽ വാർത്തകൾ ചറപറ പായാൻ തുടങ്ങി. ബ്രേക്കിംഗ് ടെസ്റ്റുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. അഥവാ ഇനി EDയുടെ വാഹനം ആക്രമിച്ചവരെ പിടികൂടണമെങ്കിൽ പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചേ പറ്റൂ എന്ന നിലയിലേക്ക് ഇന്ന് പോലീസിനെ എത്തിച്ചതിലും മാധ്യമപ്രവർത്തകർക്ക് നല്ല പങ്കുണ്ട്. 4 പാടു നിന്നും ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളും സാധാരണക്കാരുമൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് ശേഖരിച്ച് പ്രതികളെ പിടികൂടാൻ കഴിയുന്നതേ ഉള്ളൂ. സാധാരണ നിലയിൽ പോലീസ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളതും. എന്നാൽ മാധ്യമങ്ങൾ റിപ്പോർട്ടിംഗ് എൻഡിൽ നിന്ന് തുള്ളിക്കളിക്കുകയാണ്. ഇത് കണ്ട് പോലീസുകാർക്ക് സ്വാഭാവികമായും പ്രഷർ ഉണ്ടാകും. അവർ പാർട്ടി ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കും. പക്ഷേ CPM പോലെയൊരു പാർട്ടി അവരുടെ ഓഫീസിൽ കയറി ആളെ പിടിക്കാനൊന്നും സമ്മതിക്കുകയില്ല. അത് പോലീസുകാർക്കും അറിയാം. അതിന് ഈ നാട്ടിൽ സാധാരണ നിലയ്ക്ക് പാലിച്ചു പോരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത് അതിനെ മുറയ്ക്ക് നടന്നുകൊള്ളും. പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസിന് പ്രതികളെ കിട്ടുക തന്നെ ചെയ്യും. ഇതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല EDയുടെ വരവിൽ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയും തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവങ്ങളിൽ വല്ലാതെ വേവലാതിപ്പെടുകയും ചെയ്യുന്നത് കണ്ടു. കർത്തയുടെ ഡയറിയിൽ രമേശ് ചെന്നിത്തലയുടെ പേരുമുണ്ട്. അതുകൊണ്ട് തൻ്റെ വകുപ്പിനെ അറിയിക്കാതെ ED വന്നതിനൊന്നും ചെന്നിത്തലയ്ക്ക് ഒരു പരാതിയുമില്ല. ചെന്നിത്തലയുടെ പരാതി മൊത്തം ED ഉദ്യോഗസ്ഥരുടെ കാറ് തകർത്ത സംഭവം മാത്രമാണ്. അപ്പോൾ കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇതേ സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ റെയ്ഡ് തുടങ്ങിയ ശേഷം ഓരോ പിണറായിയിലും കോഴിക്കോടും ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ട് പോലീസ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് അവിടെ സ്വമേധയാ എത്തുകയാണ് ഉണ്ടായത്. ഈ 2 സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. പിണറായിലും കോഴിക്കോടും ഉണ്ടാകാത്ത സംഭവം എങ്ങനെയാണ് തിരുവനന്തപുരത്തുണ്ടായത്? ആ പിണറായിലും കോഴിക്കോടും ഒരു സംഘർഷവുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായി. അപ്പോൾ ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPMൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. ന്യൂസ് ലാബ് കരുതുന്നത് ED നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ വീട്ടിൽ കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുകയായിരുന്നു ലക്ഷ്യം. കോൺഗ്രസ് BJP ഡീലില്ലെങ്കിൽ ഓരോ കോൺഗ്രസ്സുകാരനും കരുതി വെച്ചു, നിങ്ങളുടെ നേതാക്കളെയും തേടി ED വരിക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ്റെയും
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെയും പേരുകൾ കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന വ്യവസായിയുടെ ഡയറിയിലുണ്ട്. ED ഈ നേതാക്കളുടെ, ഈ മന്ത്രിമാരുടെ വീടുകളിലേക്ക് ഇരച്ചു കയറുമ്പോഴും ഇന്ന് കാണിച്ച അതേ ആർജവം അന്നും കാണിക്കണമെന്ന് മാത്രം. മാസപ്പടി എന്നത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞൊരു പദമാണ്. 1/4 നൂറ്റാണ്ട് മുന്നേ നടന്ന മദ്യദുരന്ത കാലത്ത് വിവാദമായ ഡയറിയിൽ മാസപ്പടി പറ്റിയ നേതാക്കളുടെ പേരുണ്ടായിരുന്നു. പിന്നീട് ആ കേസൊക്കെ മലയാളികൾ മറന്നു തുടങ്ങിയെങ്കിലും മാസപ്പടി എന്ന വാക്ക് മലയാള മനോരമ പത്രം മാത്രം മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2023 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പരാമർശിച്ച് മാസപ്പടി എന്ന വാക്ക് മനോരമയിൽ വരുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വാർത്ത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്ന നിലയ്ക്ക് നിയമസഭയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മാസപ്പടി എന്ന് പേരിട്ടാണ് ചില മാധ്യമങ്ങൾ പ്രചാരണം നടത്തുന്നത്. ഒരു സംരംഭക നടത്തുന്ന കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറിലേർപ്പെട്ട് നികുതി അടച്ച് നികുതി റിട്ടേണിൽ വെളിപ്പെടുത്തി പ്രതിഫലം കൈപ്പറ്റുന്നത് മാസപ്പടിയാണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനോനിലയുടെ പ്രതിഫലനമാണ്. എന്തായാലും ഒടുവിൽ ED പിണറായിയെ തേടി എത്തുക തന്നെ ചെയ്തു. രാഷ്ട്രീയ കേരളത്തിൻ്റെ മറ്റൊരു മുഖം ഇന്ന് കാണാൻ കഴിഞ്ഞു. സ്വന്തം നേതാവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി അണികൾ തെരുവുകൾ കീഴടക്കി. ന്യൂസ് ലാബ് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. EDയോട് നിങ്ങൾ നന്ദി പറയണം. തെരഞ്ഞെടുപ്പിന് ശേഷം ആകെ അലസമായിരുന്ന CPM അതിൻ്റെ ഗതിവേഗം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആരും ആഹ്വാനം ചെയ്യാതെ പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടി. പിന്നെ കണ്ടത് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും കാഴ്ചകളാണ്. ന്യൂസ് ചാനലുകൾക്ക് അത്രയേ സാധ്യമാകൂ. പക്ഷേ ഈ ദിവസം കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും നേതാക്കളെ കൊണ്ടും അണികളെ കൊണ്ടും നിറഞ്ഞിരുന്നു. എന്തും ചെയ്യാൻ തയ്യാറായി സഖാക്കൾ മുന്നോട്ട് വന്നൊരു ദിവസമാണെന്ന്. അതിൽ CPMന്, അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾക്ക് ആഹ്ലാദിക്കാം, ഒരുപക്ഷെ ആശ്വസിക്കാം. 8 മണിക്കൂറുകൾക്ക് ശേഷം വീടിന് പുറത്തേക്ക് വന്ന പിണറായി വിജയനെ കാത്തുനിന്നത് നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികളായിരുന്നു. പതിവ് പോലെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുക മാത്രമായിരുന്നില്ല പിണറായി ചെയ്തത്. മുഷ്ടി ചുരുട്ടി, ആ മുഷ്ടി ഉയർത്തി അണികളുടെ ആർജവത്തെ ഹൃദയത്തോട് ചേർത്തു. സംഘപരിവാറിന് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ലെന്ന് വിളിച്ചു പറയുന്ന ശരീരഭാഷയോടെ, സ്ഥൈര്യം കൈവിടാത്ത, ധൈര്യം ചോരാത്ത, തെളിച്ചം മങ്ങാത്ത മുഖത്തോടെ, പതിവിലും അക്ഷോഭ്യനായി നേർത്ത പുഞ്ചിരിയോടെ, ഒരക്ഷരം തെറ്റാതെ അക്കമിട്ട് മാധ്യമങ്ങളോട് പിണറായി മറുപടി പറഞ്ഞു. വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെയും കോൺഗ്രസ് വേഴ്സസ് BJP എന്ന നരേറ്റീവ് ഇപ്പോൾ തന്നെ ഒട്ടിച്ചു തുടങ്ങിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. CPM അതിൻ്റെ അടിസ്ഥാന സ്വഭാവം സ്വാഭാവികമായി തന്നെ കൈവരിക്കുകയും സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്ക്.
അതിലുണ്ട് അവരുടെ ആർജവം. ഈ നാട് ഈ രീതിയിലാക്കേണ്ട പകുതി ഉത്തരവാദിത്തം നിങ്ങൾക്കാ, പത്രക്കാർക്ക്. അറിയാം, എനിക്ക് വെടിവെച്ച കൊല്ലുന്നത് നോക്കണം നമ്മള്, കേട്ടാ. പേപ്പർ ഈ ഉദ്യോഗസ്ഥന്മാർ വെക്കുന്നുണ്ടോ നോക്കണം. ആ മുമ്പേ ഒന്നിനും ചെയ്താ വേണ്ടില്ല, മുമ്പേ ഒന്നിനും ചെയ്തില്ല. അങ്ങോട്ട് വെക്ക്, അങ്ങോട്ട് വെച്ച, അങ്ങോട്ട് വെച്ച. നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്? പ്രവർത്തകർ വൈകാരികമായി നാട്ടുകാർക്കൊന്നുമില്ല. പിണറായി വിജയനെ കൊല്ലുന്നത് വേറെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾക്ക് അതും കാത്ത് നിൽക്കാലോ. നിങ്ങൾക്ക് അതല്ലേ വേണ്ട? അയാൾ എങ്ങനെയും കൊന്നു കിട്ടണില്ലേ വേണ്ട? എന്ത് തോന്നിയാസം നടന്ന് കുറെ പത്രങ്ങൾ നുണയും കൊണ്ട് നടക്കുക. ഇന്നും ഇന്നലെ നടത്തുന്ന നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? അതിൽ ആശങ്കപ്പെടേണ്ടത് നമ്മൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.